എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സൗഭാഗ്യവരത്തേക്ക് വന്ന അച്യുതനെയാണ് നമ്മൾ കാണുന്നത്. ഭൂമി പറഞ്ഞ പ്രകാരം പായസമായി അവിടെ വന്നിരിക്കുകയാണ് അച്യുതൻ. എന്നാൽ അച്യുതൻ വന്ന അതേ സമയത്ത് തന്നെ കമലിൻ്റെ കോൾ വന്നതുകൊണ്ട് ഭവാനി വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അച്യുതൻ കുറച്ചധികം നേരം തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ആരെയും കാണാത്തതുകൊണ്ട് സ്വയമേ വീടിനകത്തേക്ക് കയറുന്നു. ഇതുവരെയും കണ്ട് പരിചയമില്ലാത്തൊരാൾ വീടിനകത്തേക്ക് കയറി വരുന്നത് കണ്ട് സൗദാമിനിയമ്മ ചോദിക്കുന്നുണ്ട്, ആരാ, എന്താ ഇവിടെ? മറുപടിയായി അച്യുതൻ, ഞാൻ അച്യുതൻ. ഭൂമിയില്ലേ? ഈ പായസം കൊടുക്കാൻ വന്നതാ, ഭൂമിയുടെ അച്ഛനാ. ഇത് കേട്ട പാടെ സൗദാമിനിയമ്മ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് അച്യുതനെ സ്വീകരിക്കാനായി മുന്നിലേക്ക് വരുന്നു. ഇതൊന്നും അഞ്ജനയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവരിരുവരും സംസാരിക്കുന്നതൊക്കെ അസൂയയോടെയാണ് അഞ്ജന നോക്കിക്കാണുന്നത്. ഇപ്പോൾ സൗദാമിനിയമ്മ ഭൂമിയെ പറ്റിയുള്ള കുറച്ച് നല്ല വാക്കുകളാണ് പറയുന്നത്. ഞങ്ങൾ ഭൂമിയെ എന്നും ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലാണ് കാണുന്നത്. അവളെ ഓർത്ത് എന്നും അച്യുതന് അഭിമാനിക്കും. അതിനുശേഷം അല്പസമയം സൗദാമിനിയമ്മയുമായി സംസാരിച്ച് അവിടെ നിന്ന് പോകാനൊരുങ്ങുകയാണ് അച്യുതൻ. എന്നാൽ സൗദാമിനിയമ്മ അതിന് സമ്മതിക്കുന്നില്ല. ഇനിയിപ്പോൾ അച്ഛനും മോളും ഇവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. അങ്ങനെ അച്യുതൻ ആ പൂജയിൽ പങ്കെടുക്കുന്നു. ഈ സമയത്താണ് അച്യുതൻ ഭവാനിയെ കാണുന്നത്. ആ വീടിനകത്തേക്ക് കയറി വരുന്ന ഭവാനിയെ കണ്ടപാടെ അച്യുതൻ ഞെട്ടുന്നുണ്ട്. അങ്ങനെ അച്യുതൻ ആ സത്യം മനസ്സിലാക്കുന്നു. ഭവാനി ആ വീട്ടിലെ മരുമകളാണ്. അതായത് താൻ ഇപ്പോൾ നിൽക്കുന്നത് ഭൂമികയുടെ സ്വന്തം വീട്ടിൽ. ഇത് മനസ്സിലാക്കിയ അച്യുതൻ എത്രയും പെട്ടെന്ന് തന്നെ ആരുടെയും കണ്ണിൽപ്പെടാതെ അവിടെ നിന്ന് മാറുകയാണ്. ഈ സമയത്താകട്ടെ ഭൂമി തിരിച്ച് പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. അവിടെ ആകെ പരിഭ്രമിച്ച് നിൽക്കുന്ന ഭൂമിയോടായി മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ, എന്തു പറ്റി? അത് മുത്തശ്ശി, അച്ഛൻ പായസവുമായി ഇതുവരെ വന്നില്ലല്ലോ. മറുപടി മുത്തശ്ശി, അച്ഛൻ വരികയും ചെയ്തു. പായസം തന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും കാണും. ഞാനാ പറഞ്ഞത് ഇനി പൂജ കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് പോയാൽ മതിയെന്ന്. എന്നിട്ട് താൻ ഇതുവരെയും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഭ്രമിക്കുന്ന ഭൂമിയോടായ മുത്തശ്ശി, അത് ചിലപ്പോൾ ബാത്റൂമിലോ മറ്റോ പോയി കാണും, നീ എന്തായാലും ഒന്ന് നോക്ക്. അങ്ങനെ ഭൂമി ഓരോ മുറികളിലായി കയറി നോക്കി അവസാനം സത്യദാസിൻ്റെ മുറിയിലെത്തുന്നു. അവിടെയും അച്ഛനില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മടങ്ങാൻ തുടങ്ങുകയാണ്. ആ മുറിയിലുള്ള അഭിരാമിയുടെ പഴയ ഫോട്ടോസ് കാണുന്നത്. അങ്ങനെ ഭൂമി അതെല്ലാം വളരെ കൗതുകത്തോടു കൂടി തന്നെ നിന്ന് നോക്കുന്നു. ഈ സമയത്താണ് ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന സത്യദാസിൻ്റെ ശ്രദ്ധയിൽ ഭൂമി പെടുന്നത്. സത്യദാസിനെ കണ്ടപാടെ ആകെ പരിഭ്രമത്തിലാണ് ഭൂമി. സാർ സോറി, ഈ മുറി തുറന്നെടുക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ അച്ഛനെ അന്വേഷിച്ച് ഇവിടെ എത്തിയതാണ്. അതിനെന്താ, നീ ഞാൻ എൻ്റെ മകളെ അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, അതൊന്നും പ്രശ്നമില്ലെന്നാണ് സത്യദാസിൻ്റെ മറുപടി. അതിനുശേഷം ഭൂമി അയാളുടെ ചോദിക്കുന്നുണ്ട്, സർ ഈ ഫോട്ടോസ് അതെൻ്റെ ഭാര്യയും മകളുമാണെന്നാണ് സത്യദാസ് പറയുന്നത്. അവർ രണ്ടുപേരും പൂജയ്ക്കുണ്ടാവുമല്ലോ അല്ലേ എന്നാണ് ഭൂമി ചോദിക്കുന്നത്. എന്നാൽ മറുപടിയായി സത്യദാസ് അല്പം വിഷമത്തോടു കൂടി തന്നെ, അവർ ഇരുവരും കാണാമറിയത്താണ്. ഞാൻ തന്നെ കണ്ടിട്ട് വർഷങ്ങളായി. 22 വർഷം മുമ്പുള്ളൊരു മിസ്സിംഗ് ആണ്. പോലീസൊക്കെ ഒരുപാട് അന്വേഷിച്ച് ക്ഷീണിച്ചു, പക്ഷേ ആർക്കും തന്നെ കണ്ടെത്താനായില്ല. പലതും പറയുന്ന ആളുകളുണ്ട്. ചിലർ പറയുന്നു അവർ മരിച്ചു കാണുമെന്ന്. പക്ഷേ അങ്ങനെ വിശ്വസിക്കാൻ ഞാൻ ഒരുക്കമല്ല. എന്നെങ്കിലും എന്നെ തേടി ഇരുവരും എത്തുമെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇതെല്ലാം കേട്ടിട്ട് എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാതെ നിൽക്കുന്ന ഭൂമി അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. സർ, ഉറപ്പായും ഇത്രയും നല്ലൊരു അച്ഛനെ തേടി ആ മകളെത്തും. ഞാൻ അച്ഛൻ എവിടെയെന്നൊന്ന് നോക്കട്ടെ, ഇവിടെ എങ്ങും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഭൂമി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അച്യുതൻ നേരെ ചെന്ന് പെടുന്നത് കമലിൻ്റെ മുമ്പിലാണ്. എന്നാൽ അയാൾ കണ്ടില്ല എന്നുള്ള ഭാഗ്യം കൊണ്ട് അച്യുതൻ ആരുടെയും കണ്ണിൽപ്പെടാതെ വാച്ച്മാൻ്റെ മുറിയിൽ കയറി മറഞ്ഞിരിക്കുന്നു. ഈ സമയം കമൽ ഫോൺ എടുത്ത് ആരെയോ വിളിച്ച് താൻ വീടിൻ്റെ പുറത്തെത്തിയിട്ടുണ്ടെന്നും താൻ ഇവിടെ നിൽക്കുകയാണെന്നും പറയുന്നു. ഇതെല്ലാം മറിഞ്ഞു നിന്ന് നോക്കിക്കാണുകയാണ് അച്യുതൻ. ഇപ്പോൾ ഭവാനിയും അവിടേക്ക് എത്തുന്നു. അങ്ങനെ ഭവാനിയും കമലും സംസാരിക്കുന്നത് മറിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അച്യുതൻ. അച്യുതനെ പറ്റി അന്വേഷിച്ചോ എന്നാണ് ഭവാനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ കാര്യമായിട്ട് അന്വേഷിച്ചു. കൃത്യമായിട്ട് അയാൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പക്ഷേ കിട്ടിയ വിവരം വെച്ചിട്ട് അയാൾ വിവാഹം കഴിച്ച ഭാര്യയും ഒരു മകളും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മകളോ? മകൾക്ക് എന്ത് പ്രായം വരും? അത് അയാളുടെ സ്വന്തം കുട്ടി തന്നെയാണോ? ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടിനെയും തീർത്തേക്ക്. കാരണം അയാൾ എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഇത്രയും കാലം ചതിക്കുകയല്ലേ ചെയ്തത്. ഇതെല്ലാം മറന്നു നിന്ന് കേൾക്കുന്ന അച്യുതൻ അറിയാതെ കൈ തട്ടി അവിടെ ഉണ്ടായിരുന്നൊരു ഏണി താഴെ വീഴുന്നു. അതിൻ്റെ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഞെട്ടിത്തിരിച്ചു നോക്കുകയാണ് ഭവാനിയും കമലും. ഭവാനി പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തേക്ക് വന്ന് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. അച്യുതൻ വളരെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഭവാനിയുടെയും കമലിൻ്റെയും കണ്ണിൽപ്പെടാതെ മറന്നിരിക്കാൻ കഴിഞ്ഞത്. ഭവാനി അച്യുതൻ മറന്നിരിക്കുന്ന മുറി വന്ന് തുറന്നു നോക്കുന്നുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.